ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാഴേരി ഇല്ലം ഹെറിറ്റേജ് പാർക്കിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വില്ലാസും പ്രൊജക്റ്റുകളും കാര്യങ്ങളുണ്ട്, പ്ലോട്ടുകൾ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ ആംബിയൻസ് ആണ്, നല്ല സൂപ്പറായിട്ടുള്ള ആംബിയൻസിനകത്ത് ഇതെല്ലാം ഇതിൽ എത്ര പ്ലോട്ട് ഉണ്ടോ വീടുകളുണ്ടോ അവർക്കെല്ലാം ഉപയോഗിക്കാനുള്ള കുളവും യോഗ സെൻറ്ററും അങ്ങനെ എല്ലാം കൂടി നിറഞ്ഞ സ്ഥലമാണ്. ഈ ആംബിയൻസിനകത്ത് ഒരു 7.5 സെൻറ്റ് സ്ഥലം കൊടുക്കാനായിട്ടുണ്ട്. ഡയറക്റ്റ് ഓണറായിട്ടുള്ള ഡീലാണ്. 7.5 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതാണ് എൻട്രി ഗേറ്റ് വരുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പാലക്കാട് ചെറാട് പറഞ്ഞ സ്ഥലത്താണ്. കൊടുക്കാനുള്ള 7 സെൻറ്റ് സ്ഥലമാണ്. ഇത് മെയിൻ എൻട്രി ഗേറ്റ് ആണ്. 24/7 സെക്യൂരിറ്റി സർവൻസ് ഉണ്ട് ഏരിയയിൽ. അപ്പുറത്ത് നല്ല വ്യൂ ആണ്. ആ ഒരു സൈഡ് കാണുന്നത് ഫോറസ്റ്റ് ഏരിയ ആയിട്ട് വരും. നല്ല ഹിൽ സ്റ്റേഷൻ, നല്ല ഏരിയ ആണ്. ഇവിടെ നമ്മൾ പറയുന്നത് ശാസ്താനഗർ, മലമ്പുഴ ശാസ്താനഗറിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ 2 കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. അത്രമാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ. കയറുമ്പോൾ തന്നെ കൊന്നപ്പൂവൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റിയുടെ ആൾ ആൾറെഡി ഇവിടെ ഇരിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഈ പ്ലോട്ട് ഉണ്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് 10 മീറ്ററുള്ള വഴിയാണ് ഇവിടെ നമുക്ക് എൻട്രൻസ് കിട്ടുന്നത്. അതുപോലെ സൈഡിലേക്കുള്ള പ്ലോട്ടുകളിലേക്കൊക്കെ 6 മീറ്റർ വഴിയുള്ള റോഡും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കിപ്പോൾ ഒരു പ്ലോട്ട് അവിടെ കണ്ടു. ഇത് 2, 3, 4, 5ാമത്തെ പ്ലോട്ടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. ആ സൈഡ് കണ്ടോ, മലയുടെ നല്ല വ്യൂ ആണ്. ഈ വ്യൂ കറക്റ്റായിട്ട് നമ്മുടെ പ്ലോട്ടിൻ്റെ ഫ്രണ്ട് ഇതായിട്ട് കിട്ടുകയും ചെയ്യും. ഈ 10 മീറ്റർ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. 7 സെൻറ്റ് സ്ഥലമാണ് പറയുന്നത്. ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ടോട്ടൽ 7 സെൻറ്റ് സ്ഥലത്തിന് 30 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. കണ്ടില്ല, ഈ വ്യൂ മൊത്തത്തിൽ നമുക്കിവിടെ ഫ്രണ്ടിലുള്ള ഈ ഒരു പ്ലോട്ടിലേക്ക് കിട്ടും. ഇതാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്. ഈ ഒരു പില്ലർ കൊടുത്തതിൻ്റെ കമ്പി വേലിയിട്ടതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് കേട്ടോ. കമ്പി വേലി കൊടുത്തതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത്. ഈ ഭാഗത്ത് അത്യാവശ്യം സ്പേസ് വിട്ടിട്ടാണ് കേട്ടോ. ഇപ്പോൾ റോഡിൽ നിന്നും അത്യാവശ്യം സ്പേസ് വിട്ടിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരിക. നമ്മൾ പഴയ പഞ്ചായത്ത് റോഡിൻ്റെ ഭാഗത്ത് പറയുമ്പോൾ നമ്മൾ വീടിൻ്റെ മതിൽ നിന്നും കുറേ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതുപോലെ നല്ല ഗ്യാപ്പ് അവിടെ എത്തിയ അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനുള്ള സൗകര്യം വെളിയിലോട്ട് തന്നെ വെക്കാൻ പറ്റും. ആൾറെഡി ഇവിടെ അവർ പ്ലോട്ട് തിരിച്ചു പറഞ്ഞ അത്യാവശ്യം വെച്ചിട്ടുമുണ്ട്. 2 റോഡിന് ഇപ്പോൾ 6 മീറ്റർ റോഡിൻ്റെ ഒരു വ്യൂവും കിട്ടും നമുക്ക്. 10 മീറ്റർ 2 സൈഡും എൽ ഷേപ്പിൽ നമുക്ക് റോഡ് ഈ പ്രോപ്പർട്ടിയിൽ കിട്ടുന്നുണ്ട്. ഇതാണല്ലേ, ഇത് ശരിക്കും വീഡിയോയിലെക്കാട്ടിലും നേരിട്ട് വന്നിട്ട് ഇവിടുത്തെ ആ ഒരു ഈവനിങ് ടൈമൊക്കെ വന്നാൽ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. നല്ല ഹെറിറ്റേജ് ടൈപ്പിൽ പഴയ ടൈപ്പിലുള്ള വീടുകളാണ് ഇവിടെയൊക്കെ കെട്ടിയിരിക്കുന്നത്. ഇതൊക്കെ പുതിയ വീടാണ്, പക്ഷെ പഴയ ആ ഒരു സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്നത്. നൊസ്റ്റാൾജിക്കൽ സ്റ്റൈൽ പറയില്ലേ, പഴയ നമ്മുടെ തറവാട് വീടിൻ്റെ സ്റ്റൈൽ, ആ രീതിയിലാണ് ഇവിടെയൊക്കെ വീടുകൾ പണിതിരിക്കുന്നത് കേട്ടോ. ഈ വെളിയിലൊക്കെ അവർ വെച്ച മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ മാവും സപ്പോർട്ടൊക്കെ പൂത്ത് അതിലൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. നല്ലൊരു കാമൻ പീസ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഒരു റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ഒന്ന് ശാന്തമായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണ്. പിന്നെ ടൗണിലും വലിയ ദൂരമൊന്നും പറയാനില്ല, നമുക്ക് ടൗണും അടുത്ത് തന്നെയാണ്, പക്ഷേ കാമൻ പീസ് ആയിട്ടുള്ള പ്ലേസുമാണ്. കംപ്ലീറ്റ് മരങ്ങളൊക്കെ പൂത്ത് കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ, നല്ല ലെവലിൽ. എല്ലാം പഴയ തറവാട് ടൈപ്പിലുള്ള വീടുകളാണ് ഇവിടെയൊക്കെ കെട്ടിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്, ഓരോരുത്തരുടെ സ്റ്റൈലിനനുസരിച്ച് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളത് 7 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെയൊക്കെ അടുത്തായിട്ട് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി നോക്കുമ്പോൾ 2ാമത്തെ പ്ലോട്ടായിട്ടാണ് നമുക്ക് നമ്മുടെ പ്ലോട്ട് കാണാം. ഇത് കഴിഞ്ഞ് ഇതിനൊരു കാലി പ്ലോട്ട് ഇതിൻ്റെ തൊട്ടടുത്തുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലോട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കാറ് നിൽക്കുന്നുണ്ട്, അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. നമുക്ക് കാണാം ജസ്റ്റ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കണ്ട് ഈ ഒരു പ്രോപ്പർട്ടി പറഞ്ഞാൽ 7ാമത്തെ പ്രോപ്പർട്ടിയാണ് ഈ വീട് നമ്മൾ കണ്ടത്. ഇത് 6ാമത്തെയാണ്. അതേ 10 മീറ്റർ വൈഡായിട്ടുള്ള ഈ റോഡിൻ്റെ 6ാമത്തെ പ്രോപ്പർട്ടി. നമ്മളുള്ളത് 5ാമത്തെ പ്രോപ്പർട്ടി ആയിട്ടാണ് കിടക്കുന്നത്. ആ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആണല്ലോ, ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഇപ്പുറത്തുള്ള ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. ഇത് 6 മീറ്റർ വഴിയാണ് ഈ കാണുന്ന ടാറിട്ടത്. ഇപ്പുറത്ത് നമ്മുടെ ഉള്ളത് ഇൻ്റർലോക്ക് ചെയ്ത് 10 മീറ്ററിൻ്റെ വഴിയാണ്. അപ്പോൾ ഇവിടെ തൊട്ടിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്റ്റാർട്ടാകുന്നത്. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ടോട്ടൽ 7.5 സെൻറ്റ് സ്ഥലമാണ്. നോർത്ത് ഫേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടം വരെ ഈ ഒരു കമ്പിവേലിൻ്റെ ഈ ഒരു സ്ഥലം വരെ നമുക്ക് പ്രോപ്പർട്ടി വരുന്നത്. അത് ലാസ്റ്റ് അവിടെ ഒരു ഫൗണ്ടേഷൻ അപ്പുറത്തിട്ടുണ്ട്. അവർ ആ പ്ലോട്ടിന് ഫൗണ്ടേഷൻ കിട്ടി വെച്ചിട്ടുണ്ടല്ലേ, ആ ഫൗണ്ടേഷൻ വരയ്ക്ക് നമ്മുടെ പ്രോപ്പർട്ടിയാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ചോദിക്കുന്ന പ്രൈസ് 30 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളുമാണ്. ഓണറുമായിട്ട് ഡയറക്റ്റ് ഇരുന്ന് സംസാരിക്കാം, എന്നിട്ട് നമുക്ക് ഡീൽ ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ആ കണ്ടില്ലേ, കുളം കണ്ടില്ലേ, ഇത് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഈ ഒരു ഹെറിറ്റേജ് വില്ലയ്ക്കകത്ത് എത്ര ആൾക്കാരുണ്ടോ, പഴയൊരു ഇല്ലത്തിനകത്ത് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള പബ്ലിക്കായിട്ടുള്ള ഒരു കുളമാണ്.
പഴയ തറവാടിൻ്റെ വീട്ടിനകത്തേക്ക് പോകുന്ന ഒരു ഫീല്, അതിൻ്റെ ബാക്കിൽ തറവാട് കുളത്തേക്ക് പോകില്ലേ, ആ രീതിയിൽ കെട്ടിയിട്ടുണ്ട് അവർ. നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ യോഗ ചെയ്യാനായിട്ടൊരു ചെറിയൊരു ഗസീബോ ടൈപ്പിൽ അവർ കെട്ടിയിട്ടുണ്ട്. എല്ലാം ട്രഡീഷണൽ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള വ്യൂവും മനോഹരമായിട്ടുള്ള വീടുകളും എല്ലാം കാര്യം. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിക്ക് അകത്തായിട്ടൊരു 7 സെൻറ്റ് സ്ഥലം താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക. നമ്മളതിനുള്ള വിറ്റ് തരാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുതരാം. പിന്നെ നിങ്ങൾക്ക് പരസ്യം കൊടുക്കാൻ സ്ഥലമോ വീടോ ഇനി വാഹനങ്ങളോ എന്ത് വിൽക്കാനായിട്ടുണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക. ദയവേത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പറയാനും സംസാരിക്കാനും ക്ലാരിറ്റി എടുക്കാനും ഈസി ആയിരിക്കും. ID നമ്പേഴ്സ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ID നമ്പർ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നോക്കി പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.